ബൃഹദ്രഥൻ എന്ന രാജാവുണ്ടായിരുന്നു. അദ്ദേഹം കാശി രാജാവിൻ്റെ ഇരട്ട പുത്രിമാരെയാണ് വിവാഹം കഴിച്ചത്. രണ്ടുപേരെയും ഒരുപോലെയാണ് രാജാവ് കണ്ടിരുന്നത്. വളരെ കാലമായിട്ട് ഇവർക്ക് മക്കളുണ്ടായില്ല. അതിനാൽ അവർ ഒരു മുനിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു. ബൃഹദ്രഥൻ മുനിയോട് മക്കളില്ലാത്ത അവസ്ഥയെപ്പറ്റി പറയുകയും ഇത് കേട്ട മുനി ഒരു മാമ്പഴം രാജാവിന് നൽകി പറഞ്ഞു, ഇത് ഭാര്യയ്ക്ക് കൊടുക്കൂ, ശക്തിമാനായ പുത്രൻ ഉണ്ടാകുന്നതാണ്. രാജാവ് രണ്ടു ഭാര്യമാരെയും തുല്യരായി കാണുന്നത് കൊണ്ട് ഈ മാമ്പഴവും തുല്യമായി വീതിച്ചു നൽകുന്നു. ഏതേലും ഒരു ഭാര്യയ്ക്ക് നൽകാനാണ് മാമ്പഴം മുനി നൽകിയത്. അത് രണ്ടു പേർക്കുമായി രാജാവ് വീതിച്ചതുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ പകുതി വീതമാണ് രണ്ടുപേരും പ്രസവിച്ചത്. ഇത് കണ്ട് രാജ്ഞിമാർ ഭയപ്പെടുകയും ദാസികൾ മുഖേന ഈ കുഞ്ഞുങ്ങളെ കൊട്ടാരത്തിന് വെളിയിൽ കൊണ്ടുപോയി കളയുകയും ചെയ്യുന്നു. ഈ സമയം അതുവഴി വന്ന ജര എന്ന രാക്ഷസി ഈ കുഞ്ഞിൻ്റെ രണ്ടു ഭാഗങ്ങളും ഒന്നായി ചേർത്ത് വയ്ക്കുകയും ദൈവവശാൽ അത് ഒന്നായി തീരുകയും ചെയ്യുന്നു. ഈ രാക്ഷസിക്ക് ആ കുഞ്ഞിനോട് സ്നേഹം തോന്നുകയും കൊല്ലാതെ രാജാവിനെ കൊണ്ട് ഏൽപ്പിച്ച് നടന്ന കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. അങ്ങനെ ജര എന്ന രാക്ഷസി രണ്ടു ഭാഗങ്ങളും സന്ധിപ്പിച്ചതുകൊണ്ട് ആ കുഞ്ഞിന് ജരാസന്ധൻ എന്ന പേരും ഇട്ടു. അവൻ വളർന്നു വലുതായപ്പോൾ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് അച്ഛനും അമ്മമാരും വനവാസം സ്വീകരിച്ച് മോക്ഷം പ്രാപിക്കുന്നു. ഈ ജരാസന്ധൻ അഹങ്കാരിയും ക്രൂരനുമായിരുന്നു. ഇവനെ കൊല്ലേണ്ടത് അത്യാവശ്യമാണെന്ന് കൃഷ്ണൻ തീരുമാനിക്കുന്നു. അതിനായി ഭീമനും അർജുനനും കൃഷ്ണനും കൊട്ടാരത്തിൽ ചെല്ലുന്നു. എന്നിട്ട് കൃഷ്ണൻ ജരാസന്ധനെ യുദ്ധത്തിനായി വിളിക്കുന്നു. ജരാസന്ധൻ പറഞ്ഞു, നീ ഒരു ആട്ടിടയനാണ്, നിന്നോടെന്ത് യുദ്ധം? അർജുനൻ ചെറുതാണ്, ഭീമനാണെങ്കിൽ ഞാൻ തയ്യാർ. അങ്ങനെ ജരാസന്ധനും ഭീമനും തമ്മിൽ ദ്വന്ദ്വയുദ്ധം നടക്കുന്നു. ഇതിനിടയിൽ ഭീമൻ ജരാസന്ധനെ ഒരു കാൽ ചവിട്ടിപ്പിടിച്ച് മറ്റേ കാൽ പൊക്കിപ്പിടിച്ച് വലിച്ചു കീറുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, വീണ്ടും ജരാസന്ധൻ്റെ ശരീരം ഒന്നാകുകയും ഭീമനോട് യുദ്ധത്തിന് വരികയും ചെയ്തുകൊണ്ടേയിരുന്നു. ഇത് കണ്ട കൃഷ്ണൻ ഒരു ഇല കീറി തല തിരിച്ച് ഇട്ട് കാണിക്കുന്നു. ഇത് മനസ്സിലാക്കിയ ഭീമൻ വീണ്ടും ജരാസന്ധനെ വലിച്ചു കീറി ശരീരത്തിൻ്റെ രണ്ടു ഭാഗങ്ങളും തലതിരിച്ചിടുന്നു. അതോടെ ജരാസന്ധൻ മരണം കൈവരിക്കുകയും ചെയ്യുന്നു.